ഒരു പെന്തക്കോസ്ത് പാസ്റ്ററിൻ്റെ മകനാണ് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു മത തീവ്രവാദിയായിരുന്നു, മതപരിവർത്തനത്തിന് വേണ്ടി 7-8 വർഷം നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ലാത്ത, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിഭാഗത്തിലില്ലാത്ത, ആ വിശ്വാസത്തിലേക്ക് വരാത്ത ആളുകളെ, അന്യമതസ്ഥരെ, അന്യവിഭാഗക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ആ പരിപാടിക്ക് പറയുന്ന, ആ ഡ്യൂട്ടിക്ക്, ആ ജോലിക്ക് പറയുന്ന പേരാണ് സുവിശേഷ വേല. അതായത് യേശുക്രിസ്തുവിന്റെ കഥകളൊക്കെ പറഞ്ഞ് ആളുകളെയൊക്കെ വശീകരിച്ച് അവരെ ക്രിസ്ത്യാനിയാക്കുക, പെന്തക്കോസ്താക്കുക. അതായത് പച്ചയായി പറഞ്ഞാൽ തീവ്രവാദം. അവർ മാത്രമേ സ്വർഗത്തിൽ പോകും, അവർ മാത്രമേ സത്യമായിട്ടുള്ളൂ. ബാക്കിയുള്ള ക്രിസ്ത്യൻസ് ഏത് വിഭാഗക്കാരായിക്കോട്ടെ, ആദ്യമായിട്ടുണ്ടായ റോമൻ കാത്തലിക് ചർച്ചുകൾ പോലും, ഏറ്റവും കൂടുതൽ ചർച്ചസ് ഉള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചസ് പോലും ശരിയല്ല, IPCക്കാരാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, ആ ഓർഗനൈസേഷൻ അണ്ടറിൽ ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ടാവും. ആ പാസ്റ്റേഴ്സ് എല്ലാം ചെയ്യുന്നത് അവിടെ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുക, ആ പരിപാടികളല്ല. ഒരു ഫാമിലിയെ ഫുള്ള് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യനാക്കി, പെന്തക്കോസ്തുകാരനാക്കി. ഇത്രയും ക്ലെവറായിട്ട്, ഇത്രയും സൈക്കോളജിക്കലി വർക്ക് ചെയ്യുന്ന ഒരു മതം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ക്രിസ്ത്യാനിറ്റി എന്നത് വൺ ഓഫ് ദി ബ്രില്യൻറ്റ് സൈക്കോളജിക്കൽ ടെററിസ്റ്റുകളാണ്.